ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ഞാൻ ജുമാന കരീം. ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനൊരു പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കോക്കനട്ട് മിൽക്ക് പുഡിങ്ങാണ്. അതിൽ ബദാം എല്ലാം ചേർത്തിട്ടുള്ളതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ പുഡിങ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ചൈന ഗ്രാസ് ഒരു 8 ഗ്രാം എടുത്തിട്ടുണ്ട്. ഞാൻ 8 ഗ്രാം എടുത്തിട്ടുള്ളൂ ചൈന ഗ്രാസ്. പിന്നെ ഒരു 1.25 കപ്പ് തേങ്ങാപ്പാലുണ്ട്. ഇത് ഒരു വലിയ തേങ്ങ പാല് പിഴിഞ്ഞിട്ട് 3 പ്രാവശ്യം ഞാൻ പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഫ്രഷ് പാലാണ് എപ്പോഴും എടുക്കാൻ നല്ലത്. പിന്നെ ഞാൻ ഒരു പിടി ബദാം ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. അത് ഇനി ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. ഇതിലിങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് ഈ പുഡിങ്ങിനകത്ത് ചേർത്ത് കഴിക്കുമ്പോൾ ഇതിങ്ങനെ കടിക്കാൻ കിട്ടണം. അതേപോലെ ആക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം നമുക്കിത്. പിന്നെ ഒരു കണ്ടൻസ്ഡ് മിൽക്കാണ്, അതും ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി ആദ്യമായിട്ട് നമുക്ക് ഈ ചൈന ഗ്രാസ് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. 1/2 കപ്പ് ഫുള്ളായിട്ട് വേണ്ട, 1/2 കപ്പിൻ്റെ താഴെയായിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ തിളക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ഈ ചൈന ഗ്രാസ് ഇതിനകത്ത് അലിഞ്ഞ് ചേരും. അപ്പോൾ അതാണ് നമ്മൾ പുഡിങ്ങിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് അതൊന്ന് അലിഞ്ഞ് ചേരട്ടെ. അപ്പോൾ അപ്പോഴത്തേനും നമുക്ക് ഈ തേങ്ങാപ്പാൽ റെഡിയാക്കാം. തേങ്ങാപ്പാലിൽ എന്തൊക്കെയാണ് കൂട്ടേണ്ടതെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതിലേക്ക് പഞ്ചസാരയും കൂടി ചേർക്കണമെങ്കിൽ ചേർക്കാം, ഇപ്പോൾ തന്നെ ചേർക്കാം. ഞാൻ പക്ഷേ പഞ്ചസാര ചേർക്കുന്നില്ല, കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതിന് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്കാണ്. ഒരു 4 ടേബിൾ സ്പൂണ് ചേർത്തിട്ട് നോക്കാം നമുക്ക്. ഇവിടെ അധികം മധുരം ആർക്കും ഇഷ്ടമല്ല, അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കൊന്ന് ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നോക്കാം. മധുരം നിങ്ങൾക്ക് കൂടുതൽ മധുരം ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ്. കുറച്ചും കൂടിയും ചേർക്കാം, 2 ടേബിൾ സ്പൂണും കൂടിയും ചേർക്കാം. ഇപ്പം മൊത്തം 6 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരുപാട് മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് നന്നായി സൂക്ഷിച്ചിട്ടേ മധുരം ചേർക്കാൻ പറ്റുള്ളൂ. കുറേ മധുരമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പുഡിങ് ആരും കഴിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ വളരെ സൂക്ഷിച്ചിട്ട് തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത്. നിങ്ങൾ മധുരം ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ ടൈമിൽ പഞ്ചസാര കൂടി ചേർത്തോളാം. ഒരു ടേബിൾ സ്പൂണും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് ഞാനിതിൽ ചേർത്തിട്ടുണ്ട് 200 ഗ്രാം. ഇത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് എടുക്കാം. അത് തിളച്ച് പോവരുത്. തിളച്ച് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ തേങ്ങാപ്പാലാണ്, അത് പിരിഞ്ഞു കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടായിട്ട് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഓരോ കുമിളകൾ വരുന്ന കാണുമ്പോൾ തന്നെ ഇത് തീ ഓഫ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ മീഡിയം തീയിലും കുറവേ തീ വെച്ചിട്ടുള്ളൂ. അതൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരട്ടെ. ചൈന ഗ്രാസ് ഇപ്പോൾ അലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അലിഞ്ഞ് കുറച്ച് ഇപ്പോൾ തിളച്ച ആ പരുവത്തിൽ നമുക്ക് ചേർക്കാൻ പറ്റില്ല. ഒന്ന് തണുത്ത ശേഷം നമുക്കിതിൻ്റെ കൂടെ മിക്സ് ചെയ്യാതെ ആയിട്ട് ചൂടായിട്ടുണ്ടത് ഇത്രേ ആവേണ്ടതുള്ളൂ. നമ്മുടെ ചൈന ഗ്രാസും ഏകദേശം മെൽട്ടായിട്ടുണ്ട്. ചൈന ഗ്രാസ് മെൽട്ടായിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് തണുപ്പായതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് ചൂട് കുറഞ്ഞിട്ടുണ്ട്. രണ്ടും ഈ ചൈന ഗ്രാസും രണ്ടും ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് ഈ പുഡിങ്ങിൻ്റെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് നമുക്കിനി ഒരു പുഡിങ് ട്രേയിലേക്ക് ഒഴിക്കാം. ആൽമണ്ട് ക്രഷ് ചെയ്തെടുത്താണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആൽമണ്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണാം. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മുറിച്ച് നോക്കാം.
ഇപ്പോൾ നമ്മുടെ പുഡിങ് ഇതാ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളെല്ലാവരും കണ്ടല്ലോ, വളരെ ഈസി ആയിട്ടാണ് ഞാൻ ആ പുഡിങ് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ എളുപ്പമാണ്. അപ്പോൾ അതിൽ ഇത്ര മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. പഞ്ചസാര മധുരം കൂടുതൽ വേണമെന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മധുരം കുറച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കുക. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ് ആ പുഡിങ്. ഇത് എൻ്റെ ഒരു റിലേറ്റീവ് സീമാനാസർ എന്ന് പറയും, അവരുടെ അടുത്തു നിന്നാണ് ഞാൻ ഈ ഒരു റെസിപ്പി വാങ്ങിച്ചത്. അവിടെ പോയിട്ട് ഞാനിത് കഴിച്ചപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടി അത് ഷെയർ ചെയ്യാമെന്ന് കരുതി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പുഡിങ് നിങ്ങളെ കാണിക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.